ഇവർ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുക. ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുക. ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിങ്ങനെ സൂം ചെയ്തിട്ട് നമ്മളുടെ മുഖം അതിൽ എങ്ങനെയാണെന്ന് നോക്കും അല്ലേ. എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. അപ്പാപ്പന് അമ്മയുടെ വീട്ടുകാർക്ക് ബസ് സർവീസ് ആയിരുന്നു. ഷീജ എന്നാണ് ബസ് സർവീസിൻ്റെ പേര്. അതായത് അമ്മയുടെ അനിയത്തിൻ്റെ പേരാണ് ഷീജ. പറഞ്ഞു വന്നപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 10-ാം തീയതി ഷീജേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഷീജേച്ചീനെ വിഷ് ചെയ്യാണ്. അമ്മയുടെ അനിയത്തിയാണ് ഷീജേച്ചി. അവളിപ്പോൾ അമേരിക്കയിലാണ്. ഷീജേച്ചിയും വിനോജങ്ങളും കുട്ടികളും അവർ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് അവളുടെ ഷീജേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ ഷീജേച്ചീനെ ഷീജ എന്നൊക്കെ വിളിക്കാം. ഞാനും അവളും തമ്മിലൊരു 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ അമ്മാമ്മയുടെ വീട്ടിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഷീജേച്ചിയുടെ അനീത്തിക്കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത്. ഇന്ന് അവളെ പേഴ്സണലി വിളിച്ച് ഞാൻ വിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ മുന്നിലും, യൂട്യൂബിലെ എല്ലാ പ്രേക്ഷകരുടെ മുന്നിലും, ഫേസ്ബുക്കിലെ എല്ലാ പ്രേക്ഷകരുടെ മുന്നിലും, എൻ്റെ എല്ലാ ഫോളോവേഴ്സിൻ്റെ മുന്നിൽ വെച്ച് ഷീജേച്ചിക്ക് നല്ലൊരു ബർത്ത്ഡേ ദിനം ആശംസിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഷീജേച്ചി, ലവ് യു. വലിയ കാര്യത്തിൽ അന്ന് വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോക്ക് പോയതാണ്. പിന്നെ എന്താ വരണം. ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? ഓഗസ്റ്റ് 10-ാം തീയതി. മൈക്കൊക്കെ വർക്കിംഗ് അല്ലേ? അതെ. അങ്ങനെ ഓഫീസിലേക്ക് ഞാൻ വീണ്ടും എത്തി. ഇന്നിപ്പോൾ മുകളിൽ പുതിയൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കാൻ ഒരാൾ പറയാനും എന്ന് പറയുന്ന സംഭവമൊക്കെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതേ നമ്മളുടെ ടെൻഷനെ കുറിച്ചാണ്. നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു ഫോട്ടോ കിട്ടി, അതായത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവില്ലേ, സ്ഥിരം ഫോട്ടോ എടുക്കുന്ന നമ്മളുടെ ഒരു സ്ഥിരക്കാരി ഉണ്ടാവും, ഫോട്ടോ എടുക്കുന്ന ഒരാൾ. അവർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വീടെത്തുമ്പോഴേക്കും പറയും അതയക്കിട്ടാ, ആ ഫോട്ടോ അയച്ചോളൂട്ടാ, മറ്റേ ഫോട്ടോ അയച്ചോളൂട്ടാ, നമ്മൾ ആ മരത്തുമ്പോൾ ചാരി നിൽക്കണത് അയച്ചോളൂ, നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കണത് അയച്ചോളൂ എന്നൊക്കെ നമ്മൾ പറയും. ഫോട്ടോസൊക്കെ ഇവർ അയക്കും. ഇവർ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുക. ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുക. ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിങ്ങനെ സൂം ചെയ്തിട്ട് നമ്മളുടെ മുഖം അതിൽ എങ്ങനെയാണെന്ന് നോക്കും അല്ലേ. എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. എത്ര സെൽഫ് ലവ് ഇല്ല എന്ന് പറയുന്ന ആളാണെങ്കിലും അവനവൻ്റെ ഫോട്ടോ ആണ് നമ്മളിങ്ങനെ സൂം ചെയ്തിട്ട് നോക്കുക. ഇത് നോക്കിയിട്ട് നമ്മൾ പറയും ഇതിൽ എൻ്റെ മോന്തൊരു സുഖമില്ല, ഇതെന്താ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ, ഞാൻ കണ്ണടച്ചു, ഞാൻ പല്ലുമ്മ ഇങ്ങനെ കടിച്ചു, ഞാൻ വിരൽ കടിച്ചു, ചുണ്ട് ഇങ്ങനെ പിടിച്ചു, അങ്ങനെ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫോട്ടോ നോക്കുന്നത്? എത്രയൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ്. അവനവനെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ടു, അതിൻ്റെ താഴെ ആരെങ്കിലും ഒരു മോശം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10-20 കമൻറ്റുകൾ നല്ലത് അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോവുക ആ മോശം കമൻറ്റിലേക്കാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഒരു വാലിഡേഷന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മറ്റുള്ളവരുടെ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വേറൊരാൾ നമ്മളെ അംഗീകരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ഭയങ്കര നല്ല ആളാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിലും അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ വാലിഡേഷൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര കല്ലാന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ മോശം കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതങ്ങോട്ട് വിട്ട് കളഞ്ഞൂടെ, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൂടെ? അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുക. ആ ഒരു 10 കമൻറ്റ് നല്ലത് വന്നതിനേക്കാളും നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ മോശം കമൻറ്റ് പറഞ്ഞ ആളിലേക്കായിരിക്കും. ആ മോശം കമൻറ്റ് ഇട്ട ആളുടെ ചിന്ത എന്തായിരിക്കും? നമുക്കെതിരെ സംസാരിക്കുന്ന, നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന, നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റാണ്ട് അവരാകെ പരാക്രമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയും? ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന ഏറ്റവും നെഗറ്റീവായ കമൻറ്റുകളുടെ ഫോട്ടോകൾ കാണുന്നതാണ് ഏറ്റവും രസം. ആ ഫോട്ടോ മിക്കവാറും ഏതെങ്കിലും ദൈവത്തിൻ്റെ ആയിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയുടെ മുഖമൊക്കെ ആയിരിക്കും അവർ വെച്ചിട്ടുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അവരെപ്പോഴും അവരുടെ മോശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വിളിച്ചു പറയാൻ അവർ മുന്നിലോട്ട് വെക്കുന്ന മുഖം മൂടിയാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ ഫോട്ടോസും കുഞ്ഞുങ്ങളുടെ ഫോട്ടോസും. അവർക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഫോട്ടോ വെച്ചിട്ട്, അല്ലെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തിട്ട് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ? അതിനുള്ള ആംബിയറൊന്നും അവർക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന ആളുകളെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചീത്തയായി സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒട്ടും വില കൊടുക്കേണ്ടതില്ല. നമ്മളെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും വെറി ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ,
ഈ അധികം സമയം ആരാധനാലയങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നത് പറയുമ്പോൾ അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. എങ്കിലും ഞാൻ പറയാണ്, അധിക സമയം ഈ ആരാധനാലയങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ടല്ലോ, വളരെ റെയറായിട്ട് കുറച്ച് നല്ല ആൾക്കാരുണ്ടാവും. പക്ഷെ അതല്ലാതെ ഒരുപാട് സമയം ഈ പള്ളി, പ്രാർത്ഥന, അങ്ങനെയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അമ്പലം, എന്നും ഡെയിലി അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കുറിതൊട്ട കഥയിലേക്ക് ഞാൻ വരാട്ടാ. അങ്ങനെയൊക്കെ എപ്പോഴും അമിത ഭക്തി, അമിതമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറസാണ്. കാരണം അവരുടെ മോശപ്പെട്ട സ്വഭാവത്തെ മറച്ചു വെക്കാനായി കാണിക്കുന്ന ആ ഒരു കപടമായ ഫേസാണ് അമിതഭക്തി. ഡെയിലി അമ്പലത്തിൽ പോകുന്ന ആളാണ്, ഡെയിലി പള്ളിയിൽ പോകുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കിടയിൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ വീഡിയോ ഈ ചന്ദനത്തിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ തന്നെ ഒരു ക്ലയൻറ്റ് വന്ന് പോയുള്ളൂ ഓഫീസിൽ. ക്ലയൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ബിസിനസ് മീറ്റിംഗ്സും ഇവിടെ തന്നെ ഞാൻ നടത്തണേ. ആ ഓഫീസ് എവിടെയാണെന്ന് അറിയാലോ? എവിടെയാണ്? അരനാട്ടുകര, തൃശ്ശൂർ അരനാട്ടുകരയിലാണ് കേട്ടോ ഓഫീസ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഓഫീസിലേക്ക് വന്നു, ഞാനിവിടെ ഉണ്ടല്ലോ. അതായത് ഇവിടേക്ക് എത്താനുള്ള സ്ഥലം എങ്ങനെയാണ്? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്. അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു 30 രൂപയുടെ വഴിയുള്ള ഓട്ടോറിക്ഷയ്ക്ക്. ഇനിയിപ്പോൾ കാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറക്കോട്ട വഴി ടച്ച് ചെയ്ത് വന്നാലും മതി. അരനാട്ടുകര എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്. എന്താ ഞാൻ പറഞ്ഞു വന്നത്? യെസ്, ഈ ചന്ദനക്കുറിനെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ക്ലയൻറ്റ് വന്ന് പോയി, അവർ ആ പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അല്ല ടീച്ചറെ ചോദിക്കണമെന്ന് വിചാരിച്ചു, എല്ലാ ദിവസവും ടീച്ചർ അമ്പലത്തിൽ പോയിട്ടാണ് ഇവിടുന്ന് ഈ കുറി തുടങ്ങുന്നത്. ഈ കുറിക്ക് പിന്നിലൊരു കഥയുണ്ട്, നിങ്ങൾ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഞാനെന്ന് പറയട്ടെ. ചെറുപ്പം മുതലേ ഞാൻ അധികവും താമസിച്ചത് അമ്മാമ്മയുടെ വീട്ടിലായിരുന്നു. അമ്മയുടെ വീട്ടിൽ, അമ്മാമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും കൃത്യമായിട്ട് കമൻറ്റ് ഇടുന്ന അവളാണ്. വീണ്ടും വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നിമാറി. അപ്പോൾ ഈ ചന്ദനക്കുറിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അമ്മാമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അമ്മാമ്മയുടെ വീട്ടുകാർക്ക് അപ്പാപ്പന് ബസ് സർവീസായിരുന്നു. ഈ കുന്നംകുളം റൂട്ടിലൊക്കെ ഓടുന്ന ഒരു 4 ബസ് ഉണ്ടായിരുന്നു. ഷീജ ബസ് എന്നാണ് അവളുടെ പേരാണ് ആ ബസ്സിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഏത് ബസ്സിലാണെങ്കിലും അയ്യപ്പ ഭക്തിഗാനമാണ് അധികം ആൾക്കാർ വെക്കുക. അപ്പോൾ ഈ സീസണൊക്കെ വരുമ്പോൾ എപ്പോഴും അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ കാസറ്റുകൾ, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, അതൊക്കെയാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും, അമ്മാമ്മയുടെ വീട്ടിൽ എപ്പോഴും ഞാൻ കേട്ട് വളർന്നിട്ടില്ല. അതുപോലെ ഈ നമ്മുടെ അന്നൊക്കെ പണ്ട് ഡോറിന് വലിയ കർട്ടനില്ലേ, ഡോറിൻ്റെ മുന്നിൽ വലിയൊരു കർട്ടടും, പടമുള്ള കർട്ടൻ. അതിൽ ആരുടെ ഫോട്ടോ ആയിട്ടുണ്ടായിരുന്നത് അറിയാം? മറ്റേ അർജുനനല്ലേ, മറ്റേ പാർത്ഥസാരഥി, മറ്റേ മഹാഭാരതത്തിൽ മറ്റേ തേര് ഓടിക്കണ മറ്റേത് അർജുനനും ടീമൊക്കെ കൂടിയിട്ട് മറ്റേ രഥം നയിച്ചു പോകുന്ന ആ ഒരു സംഭവമുണ്ടല്ലോ, കൃഷ്ണൻ പാർത്ഥസാരഥിയായിട്ട് നിന്നിട്ട് അർജുനന്റെ കൂടെ നിന്ന് ആ തേരില്, ആ കുതിരയെ പൂട്ടിയ തേരിൽ ഇങ്ങനെ പോകുന്നൊരു ഫോട്ടോ. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ, അതായത് അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഡോറിൻ്റെ കർട്ടൻ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ അർജുനനും കൃഷ്ണനും കൂടിയിട്ട് മറ്റേ തേരിൽ പോകുന്ന ആ സംഭവമായിരുന്നു അവിടുത്തെ ആ ഒരു കർട്ടൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക റിലീജിയസ് ആയിട്ടൊന്നും ജീവിക്കുന്ന ആളുകളല്ല അന്ന് മുതലേ. അതായത് എല്ലാ നാനാജാതി മതസ്ഥരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന, അങ്ങനെ. അതുപോലെ വീട്ടിലെപ്പോഴും കളഭം ഒക്കെ ഉണ്ടാവും. അതായത് ഈ ബസ്സിൽ പോകുമ്പോൾ അവർ ബസ്സിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചുറ്റും ആനയുടെ മേത്ത് ചന്ദനം തൊടുന്ന പോലെ ബസ്സിൻ്റെ ചുറ്റും കളഭം തൊടും. അപ്പോൾ അതുപോലെ ബസ്സിൻ്റെ ചുറ്റും ഇങ്ങനെ കളഭമൊക്കെ ഇങ്ങനെ തൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ, ചെറുപ്പം മുതലേ വീട്ടിലെപ്പോഴും അയ്യപ്പ ഭക്തിഗാനും അതുപോലെ ഹിന്ദുക്കളുടെ പാട്ടുകളും. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ പൂങ്കുന്നം ശിവൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടുന്ന് വരുന്ന മറ്റേ ആ സോങ്സ്, ആ ഏരിയ മൊത്തം, പൂങ്ങുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹിന്ദു ഏരിയയാണ് ആ ഏരിയ. ചില ഏരിയകളുണ്ടല്ലോ, ഇപ്പോൾ തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞാൽ ഒല്ലൂർ ക്രിസ്ത്യൻസ്, ഒല്ലൂർ സൈഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഏരിയയാണ്. അതുപോലെ പുത്തമ്പള്ളി ആ ഏരിയ ഒക്കെ ക്രിസ്ത്യൻസിൻ്റെ ഏരിയ. അതുപോലെ നെല്ലിക്കുന്ന് സൈഡ് അതൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ഏരിയ. പക്ഷെ പൂങ്കുന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹിന്ദു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരുപാട് ഹിന്ദുക്കളായ സഹോദരിമാരുടെയും ഇടയിലാണ് ഞങ്ങൾ ജീവിച്ച് വളർന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരം ആകുമ്പോൾ അമ്മാമ്മയുടെ കൂടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ, അന്നൊക്കെ അമ്മാമ്മ എന്നെയും കൊണ്ട് നടക്കാനൊക്കെ പോവും, ലാത്താൻ പോവാന്ന് പറയാം. നടക്കാൻ പോണ സമയത്ത് തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ മറ്റേ രാമായണം വായിക്കണതും, അതുപോലെ അവർ അതൊക്കെ ഇങ്ങനെ നാമം ജപിക്കണതൊക്കെ ഞാൻ കാണും. അപ്പോൾ ആ നേരത്ത് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ ശ്യാമയുടെ അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഭസ്മം തൊട്ടുതരും. ചന്ദനക്കുറി എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു വാങ്ങും. അപ്പോൾ അങ്ങനെ അന്ന് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ചന്ദനക്കുറി സംഭവമൊക്കെ. കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ടീം വന്നിട്ട് അവരെന്നോട് ചോദിച്ചു, ഇവിടെ തൃശ്ശൂർ പുത്തമ്പള്ളിയൊക്കെ ടീച്ചർക്ക് അറിയുമെന്ന്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പല ഓഡിയൻസിൻ്റെ വിചാരം ഞാനിപ്പോഴും ആ ഒരു എന്താ പറയുക, എൻ്റെ ഈ ഒരു ലുക്ക് വൈസൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ വിചാരം ഞാൻ ഏതോ ഒരു ഹിന്ദു ഒരു തറവാട്ടിൽ പിറന്ന ഒരു നായർ തറവാട്ടിലെ ഒരു സ്ത്രീയാണെന്നൊക്കെയുള്ളൊരു ഫീലാണ്.
പിന്നെന്താ ഞാൻ പറയാൻ വന്നേ, അപ്പം അങ്ങനെയൊക്കെ വിശേഷം. പിന്നെ നിങ്ങൾ സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നത്. മഴയൊക്കെ ഒന്നൊരു കുറവുണ്ട് അല്ലേ, ചെറിയൊരു ആശ്വാസം ഉണ്ട്. എന്തായാലും ഓണം ഷൂട്ടൊക്കെ നടന്ന, ഓണത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങിയാൽ ഞാനിപ്പോൾ 2-3-4 സെറ്റ് സാരിയൊക്കെ വാങ്ങി. കുറേ ഷൂട്ടുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓണത്തിൻ്റെ ഞാനും പിള്ളേരായിട്ടുള്ള ഷൂട്ട് കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പെൻഡിങ് ഉണ്ട്. അത് പറഞ്ഞു വന്നപ്പോഴാണ് എന്തോരം ഡ്രസ്സ് വാങ്ങിയാലും മതിയാവണില്ല സ്റ്റോ. കാരണം നമ്മൾ എന്നും വീഡിയോസ് ചെയ്യല്ലേ, അപ്പോൾ എത്ര ഡ്രസ്സ് വേണമെന്ന് പറയും. നിങ്ങൾക്ക് എനിക്ക് വല്ല കൊളാബൊക്കെ തന്നൂടെ? ഇത് നല്ല അടിപൊളി സാരിയൊക്കെ അയച്ചു തന്നിട്ട് ടീച്ചറെ ഈ സാരി എടുത്തിട്ട് അടുത്ത വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൂടെ. അപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോയിലൊക്കെ പൊക്കി പറയാം. എങ്ങനെയുണ്ട് ഇവിടെ ഈ സാധനം മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഈ ഗുഡ് വൈബ്സ് ഓൺലി പിടിച്ചുകൊണ്ടിരിക്കുക ഞാൻ. മറ്റേ ലൈറ്റിൻ്റെ സാധനം കാണുന്നുണ്ട്, നോക്കിയാൽ ലൈറ്റ് കാണുന്നുണ്ട് അതിൽ ഗുഡ് വൈബ്സ് ഓൺലി. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ലോഗോ അയച്ച് തായോ മക്കളെ, ഞാനിവിടെ വെക്കാം, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ആൾക്കാർ കുറേ മെസ്സേജൊക്കെ അയക്കും. അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ഡെയിലി എന്തോരം മെസ്സേജാന്ന് പറയും എനിക്ക് വരുന്നത്. മിനിമം 100 മെസ്സേജ് അല്ലെങ്കിൽ 150 മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ പൈസയുടെ കാര്യം അങ്ങോട്ട് പോയി. കാരണം നമുക്ക് ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഓട്ടോമേറ്റഡ് റിപ്ലൈ പോവും. അതായത് ഞാൻ നിങ്ങളുടെ സ്വന്തം നിഷ ടീച്ചർ, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര പേയ്മെൻറ്റ് അടയ്ക്കുക പറഞ്ഞിട്ട് കിടി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നതോടുകൂടി അവരുടെ ഗ്യാസ് പോയി. ഓഹോ, കാശിനാണോ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ അവരുടെ കുറേ ഉപദേശങ്ങളും പിന്നെ എന്നെ കുറേ എന്താ പറയുക, എന്നെ നന്നാക്കാൻ ശ്രമിക്കലും, പൈസ ഇല്ലാതെയാണ് ടീച്ചർ ശരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. ഞാനതൊരു ചെവിക്കോട് കേട്ട് മറ്റേ ചെവിക്കോട് വിടും. നമ്മളെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി ചെയ്യണമെന്നുള്ളതും എത്ര വർഷത്തെ ശ്രമഫലമായിട്ടാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളതും അവർക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2016 PhD ഒക്കെ എടുത്ത് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ ആളാണ്. എന്നിട്ട് എന്താ കാര്യം, തൃശ്ശൂർ അങ്ങാടിയിൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞത്. തൃശ്ശൂർ വിട്ടിട്ട് എവിടേക്കെങ്കിലും പോണതിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയില്ല. കാരണം എന്താ, എനിക്ക് തൃശ്ശൂരാണ് ഇഷ്ടം. നാട് വിട്ട് പോണതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഇഷ്ടമില്ല. വേണമെങ്കിൽ ഇപ്പോൾ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അബുദാബി, ദുബായ് പോലെയുള്ള സ്ഥലത്തൊക്കെ എക്കണോമിക്സ് സബ്ജക്റ്റിന് ഭയങ്കര സ്കോപ്പാണ്. അപ്പോൾ അവർ ഫാമിലി വിസോടുകൂടി നമ്മൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് അന്തകാലത്തൊക്കെ നമുക്ക് കുറേ കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് എന്താണ് ഇഷ്ടം? നമുക്കിഷ്ടം തൃശ്ശൂർ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ജോലി ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഈ സാരി? നന്നായിട്ടാ. ഞാൻ കോട്ടൺ സാരികളാണ് കേട്ടോ അധികം ഉപയോഗിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറയുക, അതിനെപ്പോഴും അതിൻ്റെ എലഗൻസ് ഒരിക്കലും മാറില്ല. കോട്ടൺ സാരികൾ എപ്പോഴും ഏത് കാലഘട്ടത്തിലും ഇത് ശരിക്കും ഇതിൻ്റെ തലപ്പൊക്കെ കാണാൻ ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഉണ്ട്, പക്ഷെ അത് കാണുന്നില്ല. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എല്ലാം ഇട്ട് ഓർക്കണതുകൊണ്ടാണ്. ശരിക്കും ഇങ്ങനൊരു കളറ് ബ്ലൗസ് കിട്ടാൻ ഭയങ്കര അടിപൊളിയാവില്ലേ. പിന്നെന്താ വേറെ വിശേഷം? അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗ് ഇനിയും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ താഴെ നല്ല ഒരുപാട് കമൻസ് ഒക്കെ നിങ്ങൾ ഇടാറുണ്ട്. ഭയങ്കര സന്തോഷം. ടീച്ചർ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒട്ടും പോളിഷ് അല്ലാണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ടീച്ചറെ ഭയങ്കര ഇഷ്ടം. അതിലേറ്റവും രസം കിട്ടുമെന്ന് പറയും, ഞാനിപ്പോൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു വിചാരിക്കും. ഒരുപാട് തെറ്റുകൾ പറയാറുണ്ട്. ആ തെറ്റടക്കം ഞാൻ വീഡിയോയിലിടും. എനിക്കാണെങ്കിൽ ആ തെറ്റ് വേണമെങ്കിൽ സാധാരണ ആൾക്കാരെ തെറ്റ് പറയണത് മുഴുവൻ എഡിറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ മാറ്റിക്കളഞ്ഞ് നല്ലത് മാത്രം ഇടൊക്കെ ചെയ്യില്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എന്നെ സംബന്ധിച്ച് തെറ്റായിട്ട് തന്നെ ആൾക്കാരുടെ മുന്നിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ആൾക്കാർ ഫോട്ടോസൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുഖം ബ്യൂട്ടിഫൈ ചെയ്തിട്ടില്ലേ, മുഖം വെളുപ്പിച്ച് അങ്ങനെയൊക്കെ. അതും എനിക്ക് വലിയ ഇഷ്ടമില്ല. എന്താ സംഭവം എന്ന് പറയും, അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്തിടുമ്പോഴുള്ള കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ കണ്ണിൻ്റെ താഴെ നോക്കിയാൽ കാണാല്ലേ, ഡാർക്ക് സർക്കിൾസ് കണ്ട, കറുത്ത കളർ. പ്രായമാകുമ്പോൾ വരുന്നതാ. 45 വയസ്സായി കഴിഞ്ഞാൽ കണ്ണിൻ്റെ താഴെയൊക്കെ കളറൊക്കെ വരും, സ്വാഭാവികമാണ്. നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്ത് കണ്ണിൻ്റെ താഴെയുള്ള കളറ് തുടച്ച് മാറ്റി വൃത്തിയാക്കി ഇവിടെ പുട്ടി അടിച്ച് വെച്ചോണാക്കി. അപ്പോൾ എന്തിട്ടുണ്ടാവുക, നമ്മുടെ മുഖച്ഛായ മാറി. പിന്നെ നമ്മളാണോ, വേറെ ആരാണ്ടുമാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ എന്നെ വൃത്തിയാക്കിയിട്ട് കാണുന്നത്, വൃത്തിയാക്കല്ല, എന്നെ ഇങ്ങനെ മോടി പിടിപ്പിച്ച് കാണുന്നത് വലിയ ഇഷ്ടമല്ല. എനിക്ക് എങ്ങനെയാണോ ആസ് ഇറ്റ് ഈസ് അങ്ങനെ വീഡിയോയിൽ വന്നിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ നമുക്ക് നമ്മളായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല സുഖമല്ലേ. ചില ആൾക്കാരുണ്ട് ഓഡിയോ ഇടുന്ന സമയത്തേ, ഇങ്ങനെ വാട്സാപ്പിലൊക്കെ ഓഡിയോ ഇടുന്ന സമയത്ത് ആദ്യം ഒരു ഓഡിയോ ഇടും, എന്നിട്ട് ആ ഓഡിയോ ശരിയായോ എന്ന് കേൾക്കും, എന്നിട്ട് ആ ഓഡിയോ കളയും, വീണ്ടും അടുത്ത ഓഡിയോ ഇടും, പിന്നെ അത് ശരിയായോ എന്ന് കേൾക്കും. അങ്ങനെ പല പ്രാവശ്യം ഓഡിയോകൾ ഇട്ടിട്ട് കുറേ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കോൺഷ്യസ് ആണ്, അവർ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. ഷോ ഈ ഓഡിയോയിൽ ഞാൻ വിഡിത്തം പറഞ്ഞല്ലോ, ഈ ഓഡിയോയിൽ ഞാൻ പറഞ്ഞ തെറ്റ് പ്രശ്നമാവോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാർ. അതുപോലെ ഫോട്ടോസ് സെലക്ട് ചെയ്യണ സമയത്ത് അതാ ഞാൻ പറയാൻ വന്നത്, പോയിന്റ് വിട്ടു. ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഉള്ളതിലെ ഏറ്റവും നല്ല ഫോട്ടോ അല്ലേ സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഞാനും അതേട്ടാ, നമ്മൾ ഉള്ളതിൽ ഇപ്പോൾ ഒരു 15 ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അവിടുത്തെ ഷോപ്പിൽ അവൻ ഷട്ടർ തുറന്ന സൗണ്ടാണ്. നമ്മളൊരു 15 ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ 15 ഫോട്ടോ ഇഷ്ടമാവാണ്ട് വീണ്ടും നമ്മൾ 16ാമത് ഫോട്ടോ എടുക്കും. സത്യത്തിൽ നമ്മളുടെ ഫോട്ടോകളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫോട്ടോ ഉണ്ടല്ലോ,
അതായത് വേണ്ട, ഇതൊന്നും പോസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ച ഫോട്ടോസാണ് ശരിക്കും നമ്മൾ ആരാണെന്ന് കാണിച്ചു തരുന്നത്. കാരണം നമ്മളപ്പോൾ അതിൽ വില കോക്കിരി കാണിച്ചിരിക്കുന്നുണ്ടാവും, നമ്മൾ മോന്ത ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതല്ലാത്തതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ നല്ലൊരു ഫേസ് മാത്രം നോക്കി നമ്മൾ സെലക്ട് ചെയ്തിടുന്നുണ്ടല്ലോ, അതല്ല. നമ്മളുടെ ആ ഒരു നമ്മൾ തള്ളിക്കളഞ്ഞ ഫോട്ടോസ് ഉണ്ടല്ലോ, നമ്മൾ തള്ളിക്കളഞ്ഞ ഫോട്ടോസിലാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളിരിക്കണം. അപ്പോൾ അങ്ങനെ വിശേഷം. പിന്നെന്താ, 1 മണി കഴിഞ്ഞു 9 മിനിറ്റ് കാണാണ്ടോ. 1:09 ഇനിയിപ്പോൾ പോയിട്ട് വല്ല ഫുഡ് അടിക്കാൻ. എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ജ്വരം. ഇന്ന് പോയിട്ട് നല്ല ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതേ, നമ്മളിടം പരിപാടി വരാറായി. നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഈ ഓഗസ്റ്റ് 23 പേൾ റീജൻസിൽ വെച്ചിട്ടാണ് നമ്മളിടം. അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഫീസ് അടച്ചിട്ട് വരിക. അപ്പോൾ അങ്ങനെ വിശേഷം. അപ്പോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം, സ്നേഹം. ഈ സംഭവം മറക്കില്ലല്ലോ. ഇതെന്താ, ഇവിടെ നിങ്ങളുടെ ലോഗോ വെക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ലോഗോൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തരാം. പിന്നെ ചെറിയൊരു കുട്ടി പേയ്മെൻറ്റും നിങ്ങൾ അയക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗോയും നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ കുറിച്ചും ഞാൻ എൻ്റെ പേജിൽ സംസാരിക്കും. അപ്പോൾ അങ്ങനെ വിശേഷം. പിള്ളേർ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ കുട്ടീസ്, ബൈ.